നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPM-ന് വലിയ ക്ഷീണമാണ് ഉണ്ടായതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ ക്ഷീണത്തിനിടയിലും പിണറായി വിജയനെ ഇവർ കൈവെടിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി CPM എന്നാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ മാത്രമേ കേരളത്തിൽ 2 തവണ പൂർത്തിയാക്കി. മറ്റൊരു സ്ഥലത്തും ഇപ്പോൾ CPM-ന് ഭരണവുമില്ല. CPM-ന് ഭരണമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റാർക്കും ഒരു വോയിസും അടുത്ത കാലങ്ങളിൽ എങ്ങും CPM-ൽ ഉണ്ടായിട്ടില്ല. അതിന് കേന്ദ്ര കമ്മിറ്റി ആയാലും പൊളിറ്റ് ബ്യൂറോ ആയാലും എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ തീരുമാനിക്കുന്നതാണ് പല കാര്യങ്ങളും നടപ്പാകുന്നത്. പാർട്ടി നയവും പിണറായി വിജയനാണ് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2 തവണ മത്സരിച്ചവർ 3ാമത് മത്സരിക്കേണ്ട എന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തിയിരുന്നു. അതുകൊണ്ടാണ് പല നേതാക്കന്മാർക്കും കഴിഞ്ഞ തവണ അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും പരിഗണിക്കാവുന്ന പലരെയും വെട്ടിയൊതുക്കിക്കൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോയത് തന്റെ മരുമകന് വേണ്ടിയാണെന്ന് ആക്ഷേപം പോലും ഉയർന്നിരുന്നു. KK ശൈലജയെ പോലുള്ളവരെ മാറ്റി നിർത്തിയത് വലിയ രീതിയിൽ അന്ന് ജനങ്ങൾ ചർച്ച ചെയ്തെങ്കിലും പിന്നീട് പിണറായി വിജയൻ എന്ന ഒറ്റ ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്നവരായി കേരളത്തിലെ മാത്രമല്ല CPM മൊത്തത്തിൽ മാറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ മാറി എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും തദ്ദേശത്തിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും നിരവധി അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയുടെ മകനെയും ഒക്കെ ചുറ്റിപ്പറ്റി ഉണ്ടായപ്പോഴും CPM-ന് മറ്റൊരു ഓപ്ഷൻ ചൂണ്ടിക്കാണിക്കാനില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും CPM-നെ നയിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുക പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വീണ്ടും ഒരു ഇളവ് പിണറായി വിജയന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭരണം ഏറ്റെടുത്ത അന്നു മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതെല്ലാം പല വിധത്തിലുള്ള ആരോപണങ്ങളാണ്. നേരത്തെയുള്ള ലാവ്ലിൻ കേസ് ഒരു വഴിക്ക് നിൽക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിന്റെ നിഴലിലാകുന്നു. നിരവധി കേസുകൾ അതിന് പിന്നാലെ വരുന്നു. മകളുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാകുന്നു. ED നിരന്തരമായി നോട്ടീസ് അയക്കുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ ഇനി ED-യുടെ നോട്ടീസ് കിട്ടാത്ത ഒരേ ഒരാൾ പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയൻ മാത്രമാണ്. മകനും മകൾക്കും പിണറായി വിജയനും എല്ലാം തന്നെ ED-യുടെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന് സുഖമില്ലാത്ത അവസ്ഥയുണ്ട്. മുഖ്യമന്ത്രിക്ക് സുഖമില്ലാത്ത അവസ്ഥയിൽ പലതവണ ചികിത്സയ്ക്ക് പോയി. പക്ഷേ എങ്കിലും മാറ്റി പരീക്ഷിക്കാൻ CPM തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സമരം അടക്കമുള്ള വിഷയങ്ങൾ പാർട്ടിക്കുണ്ടാക്കിയ പലവിധ പ്രശ്നങ്ങൾ എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും പിണറായി വിജയൻ മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പിണറായി വിജയൻ മുന്നോട്ട് വന്നാൽ പിണറായി വിജയൻ ഇനി ഈ ടൈം കൂടി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള, UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. BJP എത്ര സീറ്റ് നേടാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് BJPയും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. BJP നേടുന്ന വോട്ടുകളുടെയും വോട്ട് പെർസെന്റേജിന്റെയും ഒക്കെ ഒരു കാൽക്കുലേഷനിലാണ് കോൺഗ്രസ് എത്രത്തോളം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ CPM-നാണോ കോൺഗ്രസിനാണോ ഇവിടെ തകർച്ച ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തദ്ദേശത്തിൽ അത്ര വലിയ പ്രതിസന്ധി കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. എന്നാൽ CPM-ന് ഉണ്ടായിട്ടുണ്ട് താനും. BJPക്ക് നില അത്രയൊന്നും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം നഗരസഭ, അതായത് കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നത് മാത്രമാണ് BJPക്ക് അവകാശപ്പെടാൻ കഴിയുന്ന മേന്മ. കാരണം 20% വോട്ടുണ്ടായിരുന്ന, 20%-ലധികം വോട്ടുണ്ടായിരുന്നിടത്ത് 14-15%, 14-നും 15-നും ഇടയ്ക്ക് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തദ്ദേശത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ട് പോലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആകെയുള്ളൊരു ഗുണം പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, രാജീവ് ചന്ദ്രശേഖറിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ ഭരണത്തെ ഇപ്പോഴിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന തിരുവനന്തപുരത്തെ നേട്ടങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരത്തെ 10 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തായിരുന്നു BJP ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി BJP 1ാം സ്ഥാനത്തായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 10 സീറ്റ് എന്ന് പറയുന്നത് പ്രായോഗികമാണോ എന്നറിയില്ല. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാവും തിരുവനന്തപുരത്തെ ഒരു ഭരണം കൂടി കാണുമ്പോൾ, ഒരു 2-3 മാസത്തിനകം തിരുവനന്തപുരത്ത് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാണുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി വന്ന് എന്തൊക്കെ പദ്ധതികൾ പ്രഖ്യാപിക്കും, അതെങ്ങനെ ഫലപ്രദമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയാവുന്ന പീരീഡാണ് ഇപ്പോൾ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ആ കോർപ്പറേഷനിലെ ആ പീരീഡിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ഒരുപക്ഷെ നല്ല രീതിയിൽ ഫലപ്രാപ്തിയിലെത്തിയാൽ കേരളത്തിൽ കൂടുതൽ ഗുണമുണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനും അപ്പുറത്തേക്ക് കേരളത്തിലുടനീളം ഏത് തരത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം, അതുപോലെ പല ഘടകങ്ങളുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പണ്ട് മുതൽ മത്സരിച്ചിരിക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല നേതാക്കന്മാരും നിലവിൽ തന്നെ അവരവരുടെ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ്. സാധാരണഗതിയിൽ അങ്ങനെയല്ല പ്രഖ്യാപിക്കൽ, കേന്ദ്രത്തിൽ നിന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇത്തവണ അങ്ങനെയും ആയിരുന്നില്ല.
സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേമത്ത് മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചു. അതിനുശേഷം കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്ന് വി മുരളീധരനും പ്രഖ്യാപിച്ചു. അങ്ങനെ ഓരോരുത്തരും അവനവന് ഇഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കുന്നു. പല ചാനലുകാരും പല വെർഷൻ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ചാനലുകാരൊക്കെ എൻ്റെ കൂടി പേര് ചേർത്തേക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേർക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഏഷ്യാനെറ്റ് നൽകുന്നത് സിനിമാ താരങ്ങളുടെ അടക്കമുള്ള പേരുകളാണ്. അതായത് ജയറാമിന്റെ വരെ പേര് അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഭയങ്കര രസകരമായ കാര്യം. പലരും ഉണ്ണി മുകുന്ദൻ, ജയറാം, അങ്ങനെ പലരെയും സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും കേൾക്കുന്നു. ഏതായാലും സ്ഥാനാർത്ഥി നിർണ്ണയമൊന്നും ഇതുവരെ പൂർത്തിയാകാനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷം ഏത് രീതിയിൽ മുന്നോട്ട് പോകും, കേരളത്തിലെ ഇടതുപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഭരണത്തിലേക്ക് എത്തുമോ എന്ന കാര്യവും നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഏതായാലും ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഖജനാവ് കാലിയാണ്, എന്നും കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമുക്കറിയാം തദ്ദേശത്തിലുണ്ടായ പ്രശ്നം കാരണം ഉദ്യോഗസ്ഥരെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് എന്ന മെഡിസെപ്പിൽ പോലും അതിൽ പോലും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്ത പോലെ പെൻഷൻ 2500 ആക്കാനുള്ള നീക്കം നടത്തുന്നുവെന്നാണ്. സാധാരണ അടിസ്ഥാനപരമായി എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. അടിസ്ഥാന വിഭാഗങ്ങളെ കബളിപ്പിക്കുക എന്നതാണ് CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട രീതി. കേരളത്തിൽ CPM നിലനിന്നതും അടിസ്ഥാന വിഭാഗങ്ങളെ, നമുക്കറിയാം പാവപ്പെട്ടവനെ മുതലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ CPM എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം മാറിയാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവില്ല എന്ന് CPM-ന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഓരോ വർഷവും 200 രൂപ വെച്ചെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2000 രൂപ പെൻഷൻ ആകേണ്ട സ്ഥലത്ത് ഒരുമിച്ച് വർദ്ധിപ്പിച്ചു 2000 രൂപ കൊടുക്കാൻ 4 വർഷത്തേക്ക് കൊടുക്കേണ്ടതില്ല, മുൻകാല പ്രാബല്യമില്ല. ഇനി അടുത്ത് മുമ്പോട്ട് വന്നാലും 2500 വെച്ചാക്കുമെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. പക്ഷേ ഇലക്ഷൻ അടുക്കുമ്പോൾ പണ്ട് കിറ്റ് കൊടുത്തതുപോലെയും അതുപോലെ തന്നെ ഒരു പുതിയ നീക്കവുമായി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം മണ്ടന്മാരാണോ എന്ന സ്വാഭാവികമായ സംശയം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരു 500 രൂപ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, കേരളം ഏറ്റവും പൊളിറ്റിക്കലായ ഒരു സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ ഈ പൊളിറ്റിക്കലായ സ്റ്റേറ്റ് ആണെന്ന് പറയുമ്പോഴും പലപ്പോഴും കേന്ദ്രത്തിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുന്ന അനുരണങ്ങളൊന്നും തന്നെ കേരളത്തെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടത് പോയാൽ വലത്, വലത് പോയാൽ ഇടത്, ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലേക്കും, വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിലേക്കും പോകുന്ന പോലെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വീണ്ടും അധികാര സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ഒരു പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെയൊക്കെ നയിക്കുമെങ്കിലും മുന്നോട്ട് വെക്കുന്ന പ്രധാന പേരുകളിൽ ഒന്ന് ഒരുപക്ഷെ മുഹമ്മദ് റിയാസിന്റെ ആകും. മുഹമ്മദ് റിയാസിന് അതിനായിരിക്കാം ഒരുപക്ഷെ ഏത് രീതിയിൽ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടോ ആ ശ്രമങ്ങളിലെല്ലാം പിണറായി വിജയൻ ചാടി ഓടി ഇടപെടുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ഇന്ന് വരെ പിണറായി വിജയൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ ആ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒറ്റക്കെട്ടായി നിൽക്കുന്ന വോട്ട് ബാങ്കുകളെ സംരക്ഷിക്കുക, ആ വോട്ട് ബാങ്കുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടായില്ല. ആ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കർണാടകയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഓടി അങ്ങോട്ട് പോവുകയും ആ കർണാടകത്തിലെ പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ DK ശിവകുമാർ സിദ്ധരാമയ്യയും കണ്ടം വഴി ഓടിച്ചതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലുമായി. ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇങ്ങോട്ട് വേണ്ട എന്ന് വളരെ കൃത്യമായി കർണാടകക്കാർ പറഞ്ഞു വെച്ചതോടുകൂടി ഒരു രക്ഷയുമില്ലാതെ പിണറായി വിജയൻ ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മൂന്നാം അംഗം പിണറായി വിജയന് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും റെക്കോർഡ് കീഴടക്കാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ നടത്തുന്നുണ്ട്. നമുക്കറിയാം നേരത്തെ മണിക് സർക്കാരും അതുപോലെ തന്നെ ജ്യോതിബാസുവും ഒക്കെ വളരെ വർഷങ്ങളോളം ഈ ഓരോ സംസ്ഥാനത്തെയും കൊണ്ടുപോയതാണ്. അപ്പൊ അതുപോലെ തന്നെ താനും പ്രഗത്ഭനായ ഒരു നേതാവാണ് എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ CPM, പക്ഷെ ഒരു കാര്യമുണ്ട്, മണിക് സർക്കാരൊക്കെ ഉണ്ടായിരുന്ന കാലം എന്ന് പറയുമ്പോൾ അത് CPM-ന് കുറച്ചുകൂടി ഗുണമുണ്ടായിരുന്ന അല്ലെങ്കിൽ CPM-ന് കുറച്ചുകൂടി ഒരു പ്രൗഢി ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഇന്ന് ആ പ്രൗഢിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. CPM തന്നെ സത്യത്തിൽ ഈ CPM എന്ന് പറയുന്നത് ഒരു കേന്ദ്രത്തിലൊക്കെ ഉണ്ടോ എന്ന് പോലും സംശയമുള്ള ഒരു ദേശീയ പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആരുടെ അനക്കം പോലും ഇല്ലാത്തൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പിണറായി വിജയനിലും തിരുവനന്തപുരത്തെ AKG സെന്ററിലുമാണ്. മറ്റെവിടെയും കമ്മ്യൂണിസം കാണാനില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പിണറായി വിജയൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന രീതിയിൽ പിണറായി വിജയന് ഇളവ് കിട്ടുക എന്നുള്ളത് തീർച്ചയായും സംഭവിക്കും. പക്ഷേ അതിൽ മുഖ്യമന്ത്രിയാവുക പിണറായി വിജയനാണോ, ഇനി പിണറായി വിജയന്റെ മരുമകനാണോ? മരുമകന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ആളാണ് പിണറായി വിജയൻ, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ED-യുടെ നോട്ടീസ് കിട്ടാത്ത കമലാ വിജയനുമുണ്ട്. അപ്പോൾ ഇവരിൽ ആർക്കായിരിക്കും നറുക്ക് വീഴുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റാർക്കും അവിടെ നമുക്കറിയാമല്ലോ, വീണ വിജയനോ അതുപോലെ തന്നെ പിണറായി വിജയന്റെ മകനോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ഒന്ന്, വീണ വിജയനെ സംബന്ധിച്ച് വീണ വിജയൻ ഒരുപക്ഷെ ആകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടിയാണ് വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് റിയാസ് ആയിരിക്കുമോ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPM വന്നാൽ എന്ന ചോദ്യവും കൂടി പ്രസക്തമാവുന്നുണ്ട്.